മീറ്റ് മിസ്റ്റർ നിഫു. നിഫു ഒരു സക്സസ്ഫുൾ ഫിറ്റ്നസ് പ്രൊഫഷണലാണ്. 10 years പ്ലസിന്റെ എക്സ്പീരിയൻസ് ആക്കുന്നുണ്ട്. അമേരിക്കൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറബ്സ് ലെവൽ ഫോർ സർട്ടിഫിക്കേഷൻ ഡ്രീംസ് നിന്ന് എടുത്തിട്ടുണ്ട്. ആളുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഇപ്പൊ ചുങ്കത്ത് 6,000 സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ്ലി സെൻട്രലൈസ് ചെയ്ത് ഒരു വലിയ പ്രോജക്റ്റ്, നല്ല കിടിലൻ പ്രോജക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആളടുത്ത് നിഫു എനിക്ക് ചോദിക്കാനുള്ള ഒന്നാണ്, അതായത് ഇനി പുതിയതായിട്ട് വരുന്ന ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്റെ അടുത്ത് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? എങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രൊഫഷണൽ ആവാം? വാട്ട് ഡു യു തിങ്ക്? പുതിയതായിട്ട് ഫിറ്റ്നസിലേക്ക് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഫിറ്റ്നസ് ഇൻഡസ്ട്രി എവിടെ എൻഡ് ചെയ്യുന്നില്ല. ഇതില് ഒരു ലിമിറ്റ് ഇല്ല, ഗ്രോത്തിനൊന്നും ഒരു ലിമിറ്റ് ഇല്ല. എല്ലാവരും ഗ്രോത്ത് എവിടെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുമ്പോഴാണ് ഗ്രോത്ത് ലിമിറ്റ് ആവുന്നത്. അല്ലാതെ വാസ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, വാസ്റ്റ് ഓഫ് ഗ്രോത്ത്. മെന്ററിങ് വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നെ സർട്ടിഫിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർട്ടിഫൈഡ് എന്തായാലും ആവണം. നോളജ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നോളജ് ഇല്ലാത്ത നമ്മളിപ്പോ എക്സസൈസിലാണ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പം ബേസിക് ആയിട്ട് ജിമ്മിൽ ഒരു 2 മാസം 3 മാസം പോയി കഴിഞ്ഞാൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും പെട്ടെന്ന് തന്നെ പഠിക്കും. പക്ഷെ സയന്റിഫിക്കലി ആയിട്ടും ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടും ഒക്കെ നമ്മളെ നോളജ് നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു അക്കാഡമിനെ ചൂസ് ചെയ്യുക. ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള അക്കാഡമിനെ ചൂസ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്നത് നിഫുവിന്റെ സക്സസിന്റെ പിന്നിലുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്.